നമസ്കാരം, എല്ലാവർക്കും വിഷുദിനാശംസകൾ. മനുഷ്യർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ പണ്ടൊരു സായിപ്പ് പറഞ്ഞു, സ്വാതന്ത്ര്യം കൊടുത്താൽ അവൻ പരസ്യമായി മുണ്ടോക്കി കാണിക്കും. അത് സ്വാതന്ത്ര്യമല്ലേ? നൂടായിട്ട് നടക്കാനുള്ള പരിപാടി കാണിക്കും. സ്വാതന്ത്ര്യമല്ലേ? വസ്ത്രം ഉപേക്ഷിച്ച് നടക്കാൻ. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന വാക്കിന് സർവതന്ത്ര സ്വതന്ത്രത എന്നൊരു വാക്കില്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ സോഷ്യൽ മീഡിയ കയറി കഴിഞ്ഞാൽ തന്തയില്ലാത്ത ഒരുപാട് ഫേക്ക് ഐഡികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, തന്തയില്ലാത്ത ഫേക്ക് ഐഡികൾ, നാഥനില്ലാത്ത പ്രൊഫൈലുകൾ, അവിടെ ഇരുന്നു കൊണ്ട് തമക്ക് താല്പര്യമില്ലാത്ത എല്ലാവർക്കെതിരെ നമ്മൾ വളരെ മോശമായ ഭാഷ ഉപയോഗിക്കും. അവിടെ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ ആരാണെന്നോ ഒന്നും വിഷയമില്ല, വളരെ മോശമായ ഭാഷ ഉപയോഗിക്കും. ഞാനിത് പറയാൻ കാര്യം, സ്മൃതി പരുത്തിക്കാടെന്ന താരതമ്യേന നല്ല ഒരു ആങ്കറാണ്. പക്ഷെ അവർ പലപ്പോഴും പറയുന്നത്, അവർ പറഞ്ഞിട്ടുണ്ട് അവർ പ്രോ ലെഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഒരു ചാനലിൽ, ഏതോ ഒരു ചാനൽ, ഓൺലൈൻ ചാനൽ, അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ പ്രോ ലെഫ്റ്റ് ആണ്. അവരുടെ അച്ഛൻ CPM-ൻ്റെ ദേശാമനിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സിദ്ധാർത്ഥൻ പരുത്തിക്കാടാണെന്ന് തോന്നുന്നു, വളരെ പ്രസിദ്ധനാണ്, പേര് കേട്ട ഒരാളാണ്. അവരുടെ മകളാണ്. അപ്പോൾ SFI ആണ്, പാരമ്പര്യം കൊണ്ട് SFI ആണ്. പക്ഷേ ഈ ചാനലിൽ വന്ന് ജോലി ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ മരമുറി ചാനലിലാണ് വന്നിരിക്കുന്നത്, അതായത് റിപ്പോർട്ടർ ചാനലിലാണ്. അവർ നേരത്തെ മാതൃഭൂമിയിലുണ്ടായിരുന്നു, വളരെ വലിയ ഒരു ആങ്കറാണ്. ഞാനും ഒരുപാട് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരുപാട് പരിപാടികളിൽ പാനലിസ്റ്റായിട്ട് ഞാനും പോയിട്ടുണ്ട്, പല പരിപാടികളിലും. വളരെ ഷാർപ്പായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന നല്ലൊരു ആങ്കറാണ്, റിപ്പോർട്ടറുമാണ്, ന്യൂസ് റീഡറാണ്, ഒക്കെയാണ്. അപ്പോൾ ഇവർ ഈ 10-12 ആളുകളെ മരിച്ചവരുടെ കുടുംബങ്ങളിലുള്ള ആളുകളെ കൊണ്ടു നിർത്തി നാടകം കളിക്കുന്നു എന്നുള്ള നിലയിൽ വയനാടുകാരെക്കുറിച്ച് ആക്ഷേപത്തിൽ പറഞ്ഞു എന്നുള്ളതാണ്. അവർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളില്ലേ? വിഷുവിന് മുമ്പ് വയനാട്ടിൽ ഈ 175 വീടുകളിലും ആളുകളെ താമസിപ്പിക്കാമെന്ന് അവർ ഉദ്ഘാടനം നടത്തിയെങ്കിലും വിഷുവിന് മുമ്പ് താമസിപ്പിക്കുമെന്ന് അതിവൈകാരികമായി നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞായിരുന്നു. താമസിപ്പിച്ചോ? കറണ്ടുണ്ടോ ഈ വീടുകളിൽ? വെള്ളമുണ്ടോ? സാനിറ്ററി സൗകര്യങ്ങളെല്ലാം പൂർത്തിയായോ? ഫ്ലോറിംഗ് പൂർത്തിയായോ? ഫർണിഷിംഗ് പൂർത്തിയായോ? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വർഷം 2 ആവുന്നു, ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളം ആവുന്നു. 20 ലക്ഷം രൂപയാണ് കൊടുത്തത്, 25 ലക്ഷം രൂപയാണ് കൊടുത്തത് ഒരു കെട്ടിടത്തിന്. 2000 രൂപ പോലും വേണ്ട. ആദ്യ പോഷായിട്ടുള്ള വീട് വയ്ക്കാൻ 2000-2100 വരുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്നൊരു വീടിന് 25 ലക്ഷം രൂപയാണ് കൊടുത്തത്. 2500 രൂപയാണ് കൊടുത്തത്. എത്ര ലക്ഷം രൂപയുടെ അഴിമതിയാണെന്നറിയാവോ? എസ്കലേഷൻ എത്ര രൂപയ്ക്കാണെന്ന്, വലിയ തുകയ്ക്കാണ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. ഊരാളങ്കൽ ലേബർ സൊസൈറ്റിയാണ്, അവർ സ്വന്തമായിട്ട് എസ്റ്റിമേറ്റ് എഴുതും, അവർ തന്നെ കൊട്ടേഷൻ കൊടുക്കും, അവർക്ക് വർക്ക് കൊടുക്കും. ഇതൊക്കെ ലോകത്ത് എവിടെയെങ്കിലും സംഭവിക്കുന്നതാണോ? അതൊക്കെ പോട്ടെ, 750 കോടി രൂപ ജനങ്ങൾ നേരിട്ട് കൊടുത്തു. 350 കോടി രൂപയ്ക്ക് പോലും അവിടെ വർക്ക് നടന്നിട്ടില്ല. ഇപ്പോൾ 175 കോടി രൂപയുടെ വർക്കാണ് കേൾക്കുന്നത്. എത്ര പരിതാപകരമാണ്, കഷ്ടമാണ്, സങ്കടമാണ്. അതിനെയാണ് അതിരൂക്ഷമായ ഭാഷയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ LDF ഈ 5 വർഷം ഈ കുഴപ്പമുണ്ടായിരുന്നു, മുമ്പ് ഈ കുഴപ്പമില്ല. എന്ത് കാര്യം ചെയ്താലും ദാനം കൊടുക്കുന്ന തമ്പുരാൻ ആളുകൾക്ക് ദാനം കൊടുക്കുന്ന പോലെയാണ്. ഞങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങി തന്നില്ലേടോ, നിങ്ങൾ വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് തന്നോ? ഇതെല്ലാം ഒരു ഔദാര്യമാണ്, ശിക്ഷ കൊടുക്കലാണ്, ദാനം കൊടുക്കലാണ്. തമ്പുരാൻ മറ്റേ കാണിക്ക കൊടുക്കുന്ന പോലെ ദാനം കൊടുക്കലാണ്. ഈ ഒരു മനോഭാവമാണ് ഇടതുപക്ഷത്തെയും CPM-നെയും മുഖ്യമന്ത്രിയൊക്കെ ഇപ്രാവശ്യം നയിച്ചത്. മുമ്പ് അച്യുതാനന്ദൻ്റെ എന്തെല്ലാം വേഴ്സിലെ പ്രവർത്തനം നടന്നു. 4.5 ലക്ഷം വീടാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് UDF ഗവൺമെൻറ്റും കൊടുത്തത്. 4.5 ലക്ഷം വീട്. അവരിതുപോലെ വല്ലതും പറഞ്ഞോ? ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞോ? ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞോ? ഇവിടെ എത്രയോ വർഷമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, എത്രയോ വർഷമായി തൊഴിലാളി വേതനം കൊടുത്തു AK ആന്റണിയുടെ കാലത്തൊക്കെ. ആരെങ്കിലും പറഞ്ഞോ നിങ്ങൾ വാങ്ങിച്ച് നക്കിയിട്ട് ഞങ്ങൾക്ക് വോട്ട് തന്നില്ല എന്ന്? അങ്ങനെ പറയില്ലല്ലോ. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളൊക്കെ. ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിൻ്റെ കഴിഞ്ഞൊരു 4-5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ കുഴപ്പമുണ്ടായിരിക്കാം. അവർ പറയുന്ന പലതിനോടും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ എന്തിനാണ് ചോദ്യം ചെയ്യുന്നത്? അപ്പോൾ ചോദിക്കും നമുക്ക് പറയാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനലിൽ ഒരു അഭിപ്രായം പറഞ്ഞാൽ, സ്മൃതി പറഞ്ഞ അഭിപ്രായത്തോട് ഇന്ന കാര്യങ്ങളോട് നമ്മൾ യോജിക്കുന്നു, ഇന്നതിനോട് വിയോജിക്കുന്നു എന്ന് പറയാൻ അവകാശമുണ്ടെന്നേ. പക്ഷെ സ്മൃതിയുടെ അച്ഛനെ പറയുക, അമ്മയെ പറയുക, കുടുംബത്തെ പറയുക, സൗന്ദര്യത്തെ പറയുക, ജാതി പറയുക, അവരുടെ മറ്റ് വേറെ വോട്ട്സ് പറയുക, അവരെ ബോഡി ഷെയിം ചെയ്യുക, അത് അനുവദനീയമല്ല. ഭാരതത്തിൽ അത് അനുവദനീയമല്ല. ഇന്ത്യയിൽ, കേരളത്തിൽ KWG
വർക്കിംഗ് ജേർണലിസ്റ്റ് യൂണിയനും എന്തിന് എം എ ബേബി വരെ തള്ളി പറഞ്ഞു ഈ അങ്ങനെ ബോഡി ഷെയിം ചെയ്യുന്നതും ചാനലിൽ ഈ മറ്റ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അധിക്ഷേപിക്കുന്നത് ശരിയല്ല, അവരെ ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ചൻ നമ്പ്യാർ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിലോ തല്ലിക്കൊല്ലുമായിരുന്നല്ലോ. എം എൻ വിജയമാഷ് ഇപ്പോഴാണ് ജീവിച്ചിരുന്നെങ്കിലോ, സഞ്ജയൻ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിലോ, എം കൃഷ്ണൻ നായർ സാർ ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിലോ, അവരും കൂടിയാണെന്നേ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നത്. വിമർശനമാണെന്നേ ജനാധിപത്യത്തിൻ്റെ കാതൽ. ഡിസെൻ്റാണ് അല്ലെങ്കിൽ നമുക്ക് എതിർക്കാനുള്ള, എതിർവാദം പറയാനുള്ള, തടസ്സം പറയാനുള്ള ഒരു അവകാശം കൂടിയാണ് ജനാധിപത്യം. അതാണ് ജനാധിപത്യത്തിൻ്റെ കാതൽ. ഭൂരിപക്ഷം പറയുന്നതല്ല. ഭൂരിപക്ഷം പറയുന്നത് കൈയടിച്ച് നടപ്പിലാക്കുന്നതേ അല്ല. ന്യൂനപക്ഷത്തിൻ്റെ ഒരു ഏകാംഗമാണെങ്കിൽ ഒരാളാണെങ്കിലും ആ ന്യൂനപക്ഷത്തിൻ്റെ ശബ്ദം, അവരുടെ അഭിപ്രായം, സധൈര്യം അവർക്ക് പറയാൻ അവസരമുണ്ടെന്നേ. അവർ സ്മൃതി പരുത്തിക്കാട് റിപ്പോർട്ടർ ചാനലിൽ പറയുന്നതിനെ നമുക്കിപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ചാനലാണെങ്കിലും യൂട്യൂബ് അല്ല ഡിജിറ്റൽ ചാനലാണെങ്കിലും ഇതിലടക്കം എനിക്ക് പറയാം, സ്മൃതി ആ പറഞ്ഞ ശരിയല്ല, ഈ പറഞ്ഞ ശരിയല്ല, അല്ലെങ്കിൽ ആ ഭാഷ ഉപയോഗിച്ച് ശരിയല്ല, അല്ലെങ്കിൽ അവരെ കളിയാക്കിയത് ശരിയല്ല എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഇതല്ല സംഭവിക്കുന്നത്. വ്യക്തിയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒരുതരം ഫാസിസമാണ്. അത് അനുവദിക്കാൻ കഴിയില്ല. അതാർക്കെതിരെ വന്നാലും അനുവദിക്കാൻ കഴിയത്തില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരെ ഒരു കാരണവശാലും അത് വരാൻ പാടില്ല. കാരണം അവർ പെട്ടെന്ന് പുരുഷന്മാരെക്കാൾ വേഗത്തിൽ പെട്ടെന്ന് അവർ തളർന്നു പോകും. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെന്ന് തോന്നലുണ്ടാവും. അതുണ്ടാകാൻ പാടില്ല. നമുക്ക് നല്ല ആങ്കർമാരെ ആവശ്യമുണ്ട്, നല്ല റിപ്പോർട്ടർമാരെ ആവശ്യമുണ്ട്, നല്ല സോഷ്യൽ അനലിസ്റ്റുകളെ ആവശ്യമുണ്ട്, സോഷ്യൽ ഇൻഫ്ലുവൻസർമാരെ ആവശ്യമുണ്ട്, സാമൂഹ്യ വിമർശകരെ ആവശ്യമുണ്ട്, സാമൂഹ്യമായി സമൂഹത്തെ കൃത്യമായി വിലയിരുത്തുന്നവരാൾക്ക് സോഷ്യൽ അനലിസ്റ്റുകളെ നമുക്ക് ആവശ്യമുണ്ട്. കാര്യം അവർ കൂടിയാണ് ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ട് നയിക്കുന്നത്. അതുകൊണ്ട് വയനാടിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അബദ്ധങ്ങൾ പറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഇതൊന്നും പറ്റുന്നതല്ല എന്ന് നമ്മൾ, ഈ ഗവൺമെൻറ് അല്ല, ഏത് ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഇത് വലിയൊരു പ്രശ്നമാണ്. ആദ്യമേ ഞാനൊക്കെ പറഞ്ഞു, ഒരു ജൂനിയർ അല്ലെങ്കിൽ ഒരു മിഡിൽ IAS കേശവേന്ദ്രകുമാറിൻ്റെ പേര് വരെ ഞാൻ പറഞ്ഞു. കേശവേന്ദ്രകുമാർ IASൻ്റെ പേര് വരെ പറഞ്ഞു. കാര്യം വയനാട് നന്നായിട്ട് അറിയാവുന്നുള്ളൊരു IAS ഓഫീസറാണ്, കളക്ടറൊക്കെ ആയിരുന്നു. അങ്ങനെ കേശവേന്ദ്രകുമാർ IASനെ എങ്ങനെ വെച്ചിരുന്നു, നല്ല മിഷൻ ഉണ്ടാക്കിയിരുന്നെങ്കിൽ, അതിനൊരു ഓഫീസ് അവിടെ തുറന്നിരുന്നെങ്കിൽ എല്ലാം ഭംഗിയാകുമായിരുന്നു. അതില്ലാതെ നമ്മുടെ ചർവണമായിട്ടുള്ള സിസ്റ്റത്തിലൂടെ ഇതെല്ലാം ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോഴും അവർക്ക് വീട് കൊടുത്തിട്ടില്ല. വിഷുവായിട്ടും അവരെല്ലാം വാടക വീട്ടിൽ തന്നെയാണ്. ഇപ്പോഴും കറണ്ടും വെള്ളവും മറ്റ് സൗകര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി മാറ്റി ഈ വീടുകളുടെ സൗകര്യം പോയിട്ട് വേറെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇതൊന്നും അവിടെ കൊണ്ടുവന്നിട്ടില്ല. എന്താണ് തടസ്സം? ഒരാളെങ്കിലും ലേബർ സൊസൈറ്റിക്ക് പണം ഒന്നാകെ കൊടുത്തിട്ടില്ലേ? എവിടെയാണ് തടസ്സം? പണമല്ല തടസ്സം, ഏജൻസിയല്ല തടസ്സം, മെറ്റീരിയൽ തടസ്സമില്ല. പിന്നെ എവിടെയാണ് തടസ്സം? എവിടെയോ തടസ്സമുണ്ട്. ഈ തടസ്സത്തെക്കുറിച്ച് ആരെങ്കിലും ചാനലിൽ പറഞ്ഞാൽ, ഈ തടസ്സങ്ങൾ നിൽക്കുമ്പോഴും കൃത്യമായി ഇതെന്തോ ഔദാര്യവും ദാനവും കൊടുത്തതാണെന്നുള്ള നിലയിൽ അവിടുത്തെ പാവങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന് അവരെ പൗഡറിട്ട് സോപ്പിട്ട് കുളിപ്പിച്ച് പൗഡറിട്ട് ചാനലുകൾ മുന്നിൽ നിർത്തി തമ്പുരാനാണ് തന്നതെന്ന് പറഞ്ഞ് ദൈവമാണ് ഞങ്ങൾക്കെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നതിനുള്ള ഒരു സംവിധാനമൊക്കെ ചെയ്യിച്ചത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഏത് ചാനലിൽ കൊണ്ടുവന്നാലും ഏത് ബൈറ്റിൽ കൊണ്ടുവന്നാലും ഇതൊക്കെ അർഹതയാണ്, ദാനം കൊടുക്കുന്നതല്ല എന്ന് മനസ്സിലാക്കുക. സർക്കാർ അവർക്ക് നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസ, നമ്മളെപ്പോലുള്ള എല്ലാവരും കൊടുത്ത CMDRFൻ്റെ പൈസ, ദുരിതാശ്വാസ നിധിയിലെ പൈസ, അതെടുത്ത് ചെലവ് ചെയ്യുന്നതിൽ ഒരു പിണറായിയുടെയും ഒരു മുഖ്യമന്ത്രിയുടെയും ഒരു LDFൻ്റെയും ഒരു ഔദാര്യവുമില്ല. അതൊരു പോസ്റ്റ്മാൻ്റെ ജോലി മാത്രം അവർ ചെയ്തതാണ്. അത് ചെയ്തിട്ട് ഒരുപാട് ഞെളിക്കരുത്. അങ്ങനെ ഞെളിച്ചാൽ ഒരുപാട് പേര് ചോദ്യം ചെയ്യാനുണ്ടാവും. ചോദ്യം ചെയ്യുന്നവരെ ടാറടിച്ച് വല്ലാതെ ചീത്തയാക്കുന്നതല്ല ജനാധിപത്യവും പൗരബോധവും പൗരസ്വാതന്ത്ര്യവും. നിർഭാഗ്യവശാൽ അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കുന്ന, മാനവനാകണമെന്ന് പറയുന്ന, നല്ല മനുഷ്യനാകണമെന്ന് പറയുന്ന CPM ഫോൾഡറുകളിൽ നിന്നാണ്, ഇടതുപക്ഷ ഫോൾഡറുകളിൽ നിന്നാണ് ഈ സ്മൃതി പരുത്തിക്കാടുമാരെ പോലെയുള്ളവരെ വല്ലാതെ ബോഡി ഷെയിം ചെയ്യുന്നതെന്നുള്ളത് ഒരു വിധി വൈപരീത്യമാണ്. MA ബേബി പറഞ്ഞതുപോലെ അതൊക്കെ യഥാർത്ഥ ഐഡികളിൽ നിന്നുള്ളതല്ല നമുക്ക് വിശ്വസിക്കാം, ഫേക്ക് ഐഡികളിൽ നിന്നുള്ളതാണെന്ന് നമുക്ക് കരുതാം. അങ്ങനെ ഫേക്ക് ഐഡികളിൽ, നാഥനില്ല അച്ഛനില്ല ഐഡികളിൽ നിന്ന് വരുന്നതിനെ സധൈര്യം തള്ളിക്കളയാനും നമുക്ക് കഴിയണം. കാരണം വളരേണ്ടതും നിലനിൽക്കേണ്ടതും ജനാധിപത്യമാണ്. ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം. അത് ഡിസെൻ്റ് നോട്ട് പറയാനുള്ള ഒരു ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ് ജനാധിപത്യം. എന്തും പറയാനും ആരെയും ബോഡി ഷെയിം ചെയ്യാനും എന്ത് തോന്നിയവാസ ഭാഷ ഉപയോഗിക്കാനുമുള്ളതല്ല സ്വാതന്ത്ര്യവും ജനാധിപത്യമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ കഴിയൂ.